വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അപ്പൊ ഇനിയൊന്നും പറയാനുള്ള സ്ഥിതിക്ക് ഞാൻ പോയിക്കോട്ടെ. വീശ വീണ്ടും എഴുന്നേറ്റു. എന്തുണ്ടെങ്കിലും വിളിച്ചേ കേട്ടോ. എന്റെ നമ്പർ കയ്യിലുണ്ടല്ലോ. എനിക്ക് നിങ്ങളോടൊരു ദേഷ്യമില്ല. മിത്രയുടെ കസിനും ലവറും എനിക്ക് കൂടി പ്രിയപ്പെട്ടതാ. നേരത്തെ ഒരു ചിരിയോടെ പറയുന്നവൻ. ഒരു വേള അവൻ തങ്ങളെ കളിയാക്കിയാണോ എന്ന് പോലും അബിക്കും തോന്നിപ്പോയി. പിന്നെ അത് പറഞ്ഞിട്ട് വീശ എബിയെ നോക്കി. അവന്റെ കണ്ണുകളൊന്ന് പിടഞ്ഞു. വീശക്ക് അവനോട് സാധാപം തോന്നി മിത്ര നഷ്ടപ്പെട്ടു പോയിരുന്ന് അവൻ അത്രമാത്രം കൊതിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എബിൻ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് തന്റെ ഇഷ്ടം മിത്രയോട് പറയണം കേട്ടോ. കേൾക്കുമ്പോൾ അവൾക്ക് തന്നെ തോന്നണം ഈ ലോകത്തിൽ ഒന്നിനു വേണ്ടി തന്നെ നഷ്ടപ്പെടുത്തി കളയില്ലെന്ന്. അപ്പൊ പിന്നെ തന്റെ ഉള്ളിൽ തിളച്ചു പറയുന്ന ആ ഇഷ്ടം അതേ ആഴത്തിൽ അവളോട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ തനിക്ക് ടെൻഷൻ ഒഴിഞ്ഞിട്ടു. പ്രണയകാലം കുറച്ചുകൂടി ആഘോഷമാക്കാനും കഴിയും. അബിക്ക് അവന്റെ ഉപദേശം കേട്ട് ദേഷ്യം വരുന്നുണ്ട്. കൂടുതൽ നിന്ന് ചിലക്കാതെ ഇറങ്ങിപ്പോടാ എന്ന് പറയാനുള്ള ആ തോന്നൽ അബി വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് അടക്കി പിടിച്ചു. അവനൊന്നും മിണ്ടിയില്ല. വിഷയം നോക്കിയതുമില്ല. എബി ഒരു വിളറിയ ചിരിയോടെ വിഷയം നോക്കിയെന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. എന്നെ മീറ്റ് ചെയ്യാൻ വന്നത് നിങ്ങൾ അവളെ അറിയിക്കുന്നുണ്ടോ? പോകും മുമ്പ് വിശ അവരോട് രണ്ടുപേരുമായി ചോദിച്ചു. അതിനെന്ത് ഉത്തരം കൊടുക്കണമെന്നറിയാതെ രണ്ടാളും പരസ്പരം നോക്കുന്നതിൻ്റെ ഒരു വിശയ്ക്ക് ചിരി വന്നു. ഞാൻ പറയുന്നുണ്ട് കുഴപ്പമുണ്ടോ? വിശ ചോദ്യമൊന്ന് മാറ്റിപ്പിടിച്ചു. എന്റെ പൊന്ന് ചങ്ങാതിമാരെ, ഞാൻ ഉദ്ദേശിച്ച് വിശ വീണ്ടും കസേരയിലേക്ക് തന്നെ ഇരുന്നു. നിങ്ങൾ അവളോട് ഇത് പറയാനും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാനത് പറയുമ്പോൾ വലിയൊരു ഇഷ്യായാലോ എന്ന് എഴുതിയിട്ടാ ഞാനീ ചോദിച്ചത്. നിങ്ങൾ പറയേണ്ടെന്നാണെങ്കിൽ ഓക്കെ, ഞാനും പറയില്ല. വിശ കുറച്ചുകൂടി വിശദീകരണം കൊടുത്തുകൊണ്ട് അവനുദ്ദേശിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അവളി പറയേണ്ടെന്നാ. അബിക്കത് പറയാനൊരു ജാളിതയുണ്ട്. വിശക്ക് മനസ്സിലായി. ശരി, അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഞാനും പറയുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളിത് അവളോട് പറയണം തന്നെയാ. അത് വേറൊന്നും കൊണ്ടല്ല. ഫ്രണ്ട്സായിട്ട് അവളറിയാതെ നിങ്ങൾ മൂന്നുപേരും കൂടി ഒരു രഹസ്യം, അത് അവളെ കൂടി ബാധിക്കുന്ന ഒരു രഹസ്യം സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നുവെന്ന് എന്തെങ്കിലും അവൾ അറിഞ്ഞാ. വീശ രണ്ടാളെയും മാറി മാറി നോക്കി. അബി അവനെ തുറച്ചു നോക്കി. ഞാൻ പറയുമെന്നല്ലടോ, അല്ലാതെ തന്നെ എങ്ങനെയും ഇത്ര അറിഞ്ഞാ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയൊരു സാധ്യത തള്ളിക്കളയാൻ വയ്യല്ലോ. അന്ന് അവൾക്കത് വല്ലാത്ത ടെൻഷൻ നൽകും. നിങ്ങളോടുള്ള ഫ്രണ്ട്ഷിപ്പിൽ അവളുടെ വിശ്വാസം കുറയും. അതുകൊണ്ട് പറഞ്ഞാ ഞാനിതൊക്കെ എന്തായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ അതിനൊപ്പം ഉണ്ട്. വീശ വീണ്ടും എഴുന്നേറ്റു. പിന്നെ അവളോട് നിങ്ങൾ പറയാൻ തന്നെ തീരുമാനിച്ചാൽ പറയുമ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചിൽ കുറേ ഭാഗം കട്ട് ചെയ്ത് പറയുന്നതായിരിക്കും നല്ലത്. എനിക്കല്ല, നിങ്ങൾക്ക്. പ്രത്യേകിച്ച് ആ ഭീഷണിയുടെ ഭാഗം അതുകൂടി ഓർമ്മിച്ചിട്ട് വിശ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവനൊന്ന് ഇറങ്ങിപ്പോയെങ്കിലെന്നുള്ള ഭാവത്തിലാണ് അബി. കോഫിയുടെ കാശ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. അതും കൂടി പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞടന്നു. അവൻ നിനക്കൊരു എതിരാളിയാണെന്ന് എനിക്ക് തോന്നുന്നു എബി. വീശ പോയ വഴിയെ നോക്കി അബി അമർഷത്തോടെ പറഞ്ഞു. എനിക്കും. എബിയും പിറുവിറുത്തു. കുഴപ്പമില്ലെന്നോ? അവൻ നിങ്ങൾക്ക് തോന്നിയ കുഴപ്പത്തിനോട് പറയില്ലെന്നോ? ടീനയുടെ കടുപ്പത്തിലുള്ള ചോദ്യം കേട്ടിട്ട് അബി എബിനും നോക്കി. വീശ പോയി കഴിഞ്ഞ ഒരു 5 മിനിറ്റോളം എടുത്തില്ല. അതിനു മുമ്പ് ടീനയുടെ വിളി അബിയുടെ ഫോണിലേക്ക് എത്തിയിരുന്നു. എന്താണ് അവൻ സംസാരിച്ചെന്നും എന്താണ് അവന്റെ ഉദ്ദേശമെന്ന് അറിയാനുള്ള അവളുടെ ആകാംക്ഷ ആ വാക്കുകളിൽ മുഴുവൻ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. വീശയെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ടെൻഷന്റെ അങ്ങേയറ്റത്തോളമായിരുന്നു അവളുടെ അവസ്ഥ. അങ്ങനെയുള്ളവളോട് അവൻ പറഞ്ഞിട്ട് പോയ നിലപാടുകളും കൂടി പറഞ്ഞാൽ അത് കൂടുതൽ അപകടത്തിലാവുമെന്ന് അബിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് അത്രയും കടുപ്പത്തിൽ പറയാതെ വിഷയമായി സംസാരിച്ച കാര്യങ്ങൾ കുറച്ച് ലാഘവത്തോടെ തന്നെയാണ് ടീനയോട് അവൻ പങ്കുവച്ചത്. എബിയും ഇത്രയും തമ്മിൽ ഒരുമിക്കണമെന്ന് അവൾ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. അവളുടെ ആ ആഗ്രഹം അതിനിടയിലേക്ക് വിശ വരുന്ന അവളെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ വിശ പറഞ്ഞിട്ട് പോയതെല്ലാം അതുപോലെ അവളോട് പറയുക കൂടി ചെയ്താൽ അതിന്റെ പേരിൽ അവളും ഇത്രയും കൂടി തള്ളിപ്പിരിയുമെന്നും അബിക്ക് അറിയാമായിരുന്നു. അങ്ങനെയൊരു സിറ്റുവേഷൻ അവരേക്കും ആഗ്രഹിക്കുന്നേ ഇല്ലായിരുന്നു. എന്റെ പൊന്നു ടീന, നീ പറഞ്ഞിട്ടില്ല ഞങ്ങൾ വിഷയെ കാണാമെന്ന്. അപ്പൊ പിന്നെ അവൻ പറഞ്ഞ കാര്യം ഞങ്ങൾ നിന്നോട് പറയാൻ മറച്ചൊക്കെ നീ വിചാരിക്കുന്നുണ്ടോ? അത്രയും മനസാക്ഷി ഇല്ലാത്തവരാണ് ഞങ്ങൾ. നിനക്ക് ഞങ്ങൾ തീരെ വിശ്വാസമില്ലേ? തനിക്കരികിൽ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചുകൊണ്ട് എന്തൊക്കെയോ ചിന്തകളിൽപ്പെട്ടിരിക്കുന്ന എബിയെ നോക്കിയിട്ടാണ് അബി ടീനയോട് സംസാരിക്കുന്നില്ല. വിശ്വാസത്തിന്റെ കാര്യം നീ എന്നോട് പറയില്ലേ അബി? ഞാൻ കൊടുത്ത വിശ്വാസം സ്നേഹമൊന്നും എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. മിത്രയ്ക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പഠിക്കാൻ വന്നു ഈ കണ്ട പ്രശ്നങ്ങളെല്ലാം പോയി ചാടിയതും. എന്നിട്ട് ആ വിശ്വാസം അവൾ എന്നോട് കാണിച്ചോ? എന്നെ അറിയിക്കാതെ അവളവനെ കാണാൻ പോയിരിക്കുന്നു. അവളെന്റെ ഫോണിൽ വിളിക്കുന്നു. അപ്പൊ നീ അത് വിട്. ടീന കരിപ്പിലാണ്. അതുകൊണ്ട് തന്നെ അബി അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനും പോയില്ല. പിന്നെ വിശ്വയെ അവരെ നിങ്ങൾ കാണുന്നതിന് മുമ്പ് കാണാൻ തുടങ്ങിയതാ ഈ ഞാൻ. അതുകൊണ്ട് തന്നെ അവനെക്കുറിച്ച് നിങ്ങളൊരു കള്ളം പറഞ്ഞാൽ അത് കള്ളമാണോ സത്യമാണെന്ന് എനിക്കൊരു 10 പ്രാവശ്യങ്ങളും ചിന്തിക്കേണ്ടി വരും. കാരണം എനിക്കറിയാവുന്ന വിശ്വ അങ്ങനെ ഒറ്റയടിക്കൊന്നും കീഴടങ്ങി തരുന്നവനല്ല. അവന് സ്വന്തമായിട്ട് നിലപാടുകളുണ്ട്. അതിനാ ഉറച്ചു നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാനിത് ഇത്രത്തോളം ഗൗരവത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. അവൻ എത്രയും പെട്ടെന്ന് പോയി കാണാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത്. താൻ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇങ്ങനെ അവിശ്വസിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിലായിരുന്നു ടീനയുടെ ആ മറുപടി. ഞങ്ങൾക്കറിയാടി,
നീ ആഗ്രഹിച്ച പോലെ ആളുടെ നന്മ തന്നെയല്ലേ ഞങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെയല്ലേ നീ പറഞ്ഞ ആ സീരിയസ് മാറ്റർ അതേ സീരിയസോടെ എടുത്തുകൊണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ അവനെ കാണാൻ വന്നു. ആബിക്ക് അവളുടെ അവസ്ഥ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതറിഞ്ഞാൽ മതി. എന്നാ പറയും, കണ്ടിട്ട് എന്താ നിങ്ങൾ അവനോട് ആവശ്യപ്പെട്ട്? എന്തായിരുന്നു അവന്റെ മറുപടി? അവൻ നിങ്ങളോട് ഷൗട്ട് ചെയ്തോ? അങ്ങനെയൊന്നുമില്ലടി, ആ മര്യാദക്ക് ഞങ്ങളോട് സംസാരിച്ച്. ആളെ കണ്ടിട്ട് അത്ര വലിയ കുഴപ്പക്കാരനല്ലെന്നാ ഞങ്ങൾക്ക് തോന്നിയത്. അത്ര വലിയ കുഴപ്പക്കാരനെന്നല്ല, സമ്മതിച്ചു. പക്ഷെ അവൻ എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയ പോലെ നിങ്ങൾക്കും തോന്നിയോ? ടീനെ വിടാനുള്ള ഭാവമില്ല. അങ്ങനെ ചോദിച്ചാൽ ഒറ്റ കാഴ്ചയിലേ കണ്ടുള്ളൂ. അവൻ കുറച്ച് സമയം അവൻ ഈ നാട്ടുകാരനൊന്നുമല്ലെന്ന് പറഞ്ഞു. അങ്ങനെയാകുമ്പോൾ കൂടുതൽ അന്വേഷിച്ച് നോക്കേണ്ടി വന്നേക്കും. പിന്നെ ഒറ്റ കാഴ്ചയിൽ ഒരാളെ പ്രിഡിക്റ്റ് ചെയ്യാനുള്ള കഴിവൊന്നും ഞങ്ങൾക്കില്ലെന്ന് എനിക്കറിഞ്ഞുകൂടെ. പക്ഷെ സംസാരിച്ചിടത്തോളം അവനൊരു മാന്യത ഉണ്ടായിരുന്നു. മിത്രമായിട്ട് അവന് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് അവൻ തന്നെ പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലോ. അവൻ്റെ ഫ്രണ്ട്ഷിപ്പിനോട് നിങ്ങൾക്കുള്ള താല്പര്യക്കുറവ് നിങ്ങൾ അവനെ അറിയിച്ചില്ലേ? അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമില്ല ടീന. ഒറ്റയടിക്ക് അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അവനത് അംഗീകരിക്കാൻ എനിക്ക് തോന്നുന്നുണ്ടോ? അതിപ്പോൾ നമ്മളായാലും അങ്ങനെ തന്നെയല്ലേ ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഒരാൾ ഇടിച്ചു കയറിയാൽ നിർത്തണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മോശമായി തന്നെ ബിഹേവ് ചെയ്യില്ലേ? അതുകൊണ്ട് ഒരു നയത്തിൽ നമ്മുടെ ഉള്ളിലുള്ളത് അവനെ അറിയിക്കാൻ വേണ്ടിയുള്ളതെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവനത് മനസ്സിലാക്കി കാണുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം. അഭിശാന്തമായിട്ട് ടീനയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എബിക്കും ഇത്രയുള്ള ഇഷ്ടവും അവർ തമ്മിൽ കല്യാണം കഴിക്കുറപ്പിച്ച കാര്യമില്ല അവനോട് പറഞ്ഞില്ലേ? എബി തന്നെ അത് ആദ്യം അവനോട് പറഞ്ഞിട്ടുണ്ട്. അതല്ല അതിൻ്റെ അർത്ഥത്തിൽ അവന് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് നിന്റെ ശബ്ദത്തിൽ അതിൻ്റെ യാതൊരു ആവേശം കാണുന്നില്ലല്ലോ. നീ എന്നോട് നുണ പറയുന്നുണ്ട് അബി? ടീനയ്ക്ക് അപ്പോഴും സംശയം തീർന്നിട്ടില്ല. അതിന് കാരണം തന്നെ ഈ മന്ദതയിലുള്ള സംസാരം തന്നെയാണ്. അബിക്കറിയാം. ഉള്ളിലുള്ളതൊക്കെ ടീനയോട് തുറന്നു പറയാൻ കഴിയാത്തൊരു വീർപ്പുമുട്ടൽ അബിക്കുമുണ്ട്. എന്നാൽ അവളോട് സത്യം പറഞ്ഞാൽ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെ അവൻ അതിനേക്കാൾ ഭയക്കുന്നുണ്ടായിരുന്നു. അവനോട് എബി, എനിക്ക് അവനോട് സംസാരിക്കേണ്ടത്. അവന്റെ ശബ്ദവും കേൾക്കുന്നില്ലല്ലോ. ഞാൻ അത്രയും പറഞ്ഞിട്ടും ഇനി നീ ഒറ്റക്കാണ് വിഷയം കാണാൻ പോയത്? ടീന ചൊടിയോടെ ചോദിച്ചു കേട്ടപ്പോൾ അബിയുടെ നെഞ്ചൊന്ന് ആളി. എബിയോട് അവളിപ്പോൾ സംസാരിച്ചാൽ ഇത്രയും നേരത്തെ തന്റെ പരിശ്രമം വെറുതെ ആവുമെന്ന് അബിക്ക് മനസ്സിലായി. അല്ലടി, അവനോട് സംസാരിച്ച് ക്ഷീണിച്ചിരിക്കണമെന്നാ എനിക്ക് തോന്നുന്നത്. എബിയെ കൂടി തോണ്ടി വിളിച്ചുകൊണ്ട് അബി പറയുമ്പോൾ അവൻ ഞെട്ടിയതുപോലെ അബിയെ നോക്കി. ഫോണിൽ സ്പീക്കർ ഓൺ ചെയ്തിട്ട് അവന് കൂടി കേൾക്കാൻ പാകത്തിന് ഇത്രയും നേരം താനും ടീനയും സംസാരിച്ചിലേക്കൊന്നും അവനപ്പോഴും ഇറങ്ങി വന്നിട്ടില്ലെന്ന് അബിക്ക് ആ നിമിഷം മനസ്സിലായി. അവനെ ഏതൊക്കെയോ ചിന്തകളിലൂടെ ഒറ്റപ്പെട്ടുകൊണ്ട് അലഞ്ഞതിന് നടക്കുകയായിരുന്നു. സത്യം ടീന, അവൻ തന്നെ ആ മിത്രയോടുള്ള ഇഷ്ടവും അവൻ തമ്മിൽ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയോട് പറഞ്ഞ് അതും നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ. ഇവരിൽ നിന്ന് അങ്ങനെ മാറ്റം ഞാനും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അത് പറഞ്ഞു കേട്ടതും എബിയുടെ ചുണ്ടിലുണ്ടായിരുന്ന ആത്മനിന്ദയോടെയുള്ള ചിരി അബി കണ്ടില്ലെന്ന് അടിച്ചു. സത്യമാണ് നീ പറയുന്നത്? അവനങ്ങനെയൊക്കെ പറയാൻ കഴിഞ്ഞു. അവനെ കൂടി കൊണ്ടുപോയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അവനവിടെ ചെന്ന് ഇതുപോലെ ഒരു തണുത്ത ഭാഗത്തിൽ ഇരിക്കുന്നേ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. നീ പറഞ്ഞ പോലെ തന്നെ വിശ്വയുടെ എതിർത്തിൽക്കാനുള്ള കരുത്തൊന്നും അവനപ്പോഴും ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. എന്തായാലും അത്രയൊക്കെ അവനോട് പറയാൻ കഴിഞ്ഞല്ലോ. ഇനി അങ്ങോട്ട് വിശ്വ മാറി ചിന്തിച്ചോളൂ. മിത്രയെക്കുറിച്ച് വേണ്ടാത്ത എന്തെങ്കിലും ചിന്ത അവൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ ഇതോടുകൂടി അതിനെല്ലാം ഒരു അവസാനമായിട്ടുണ്ടാവും അല്ലേടാ? ടീന വളരെയധികം പ്രത്യാശയോടായി ചോദിച്ചപ്പോഴും നേരത്തെ ഒരു മുകളിൽ ഉത്തരമൊതുക്കാൻ അബിക്ക് കഴിഞ്ഞുള്ളൂ. പക്ഷെ അപ്പോഴും അവനറിയാമായിരുന്നു ഈ പ്രശ്നങ്ങളൊന്നും അത്ര പെട്ടെന്നൊന്നും ഒതുക്കില്ലെന്നും ഈ കാര്യത്തിൽ ഇത്രയും സംസാരം കൊണ്ടൊന്നും ഇതെവിടെയും നിൽക്കില്ലെന്നും. ശരിയടി, ഞങ്ങൾ തന്നെ ഇറങ്ങട്ടെ. ബാക്കി വീട്ടിലെത്തിട്ട് വിളിക്കാൻ തന്നെ. ഇന്നിനി എന്തായാലും അങ്ങോട്ടേക്ക് വരുന്നില്ല. വന്നാൽ പിന്നെ മിത്രയുടെ മുന്നിൽ ചെന്നിട്ട് അവൾ എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയുമ്പോൾ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലേ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. അതുപോലെ നീയും സൂക്ഷിക്കണം. ആൾക്കും വിളിച്ച് സംസാരിക്കുമ്പോൾ ഒന്നും വിട്ടു പറയരുത്. അവളുടെ കലിപ്പിനെ കുറിച്ച് എപ്പോഴും നീ പരാതി പറയെങ്കിലും പലപ്പോഴും ചില കാര്യങ്ങളിൽ അവളേക്കാൾ കലിപ്പാണ് നിനക്ക്, പ്രത്യേകിച്ച് വിശ്വയുടെ കാര്യം വരുമ്പോൾ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് അവന്റെ കാര്യം വരുമ്പോൾ നീ കുറച്ച് ആത്മസംയമനം പാലിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞു നമ്മുടെ കൂടിക്കാഴ്ചയെല്ലാം നീ അറിയാതെ തന്നെ പുറത്തേക്ക് വരും. അറിയില്ല നിനക്ക്, ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങൾ കൂടി നമുക്ക് വിളിച്ചു പറയേണ്ടി വരും. അത് സാഹചര്യം കൊണ്ടാണ്, നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കൂടി. അതുകൊണ്ട് നീ വളരെ സൂക്ഷിക്കണം. അബി ടീനയെ ഓർമ്മിപ്പിച്ചു. അവൻ ആ പറഞ്ഞതിൽ അല്പം കാര്യമുള്ളതുകൊണ്ട് തന്നെ അവർ വീട്ടിലേക്ക് മടങ്ങിക്കോട്ടെ ഇതിലെ വരേണ്ടത് ടീനയും സമ്മതിക്കുകയായിരുന്നു. ശരിയാണ്, എന്നാൽ പിന്നെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ടീന ഫോൺ കട്ട് ചെയ്ത് പോയിട്ടും അനങ്ങാതിരുന്ന് എബിക്ക് നേരെയായിരുന്ന അബിയുടെ കണ്ണുകൾ. വിഷയമായിട്ടുള്ള ഒരൊറ്റ കൂടിക്കാഴ്ചയോടെ അവൻ്റെ ഉള്ളിലെ സ്വപ്നങ്ങൾ കാര്യമായി മങ്ങൽ സംഭവിച്ചു എന്നും മിത്രയുടെ കാര്യത്തിൽ അവൻ്റെ പ്രതീക്ഷകൾ പാതി അസ്തമിച്ചു കഴിഞ്ഞെന്നും ഒടിഞ്ഞു തൂങ്ങിയുള്ള ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. എബി എണീക്കടാ, നമുക്കിനി പോവാം. എന്തൊരു ഇരിപ്പായത്. നമ്മളെല്ലാം അവനോട് പറഞ്ഞിട്ടില്ലേ? അവനത് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നീ വെറുതെ ടെൻഷനാവില്ലേ? എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവില്ല. അതുമില്ല, ഇതൊന്നും നമ്മൾ വിട്ടുകളയുന്നില്ലല്ലോ. നമ്മുടെ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നില്ലേ? അതുകൊണ്ട് നീ എഴുന്നേറ്റ് വാ. താനിപ്പോൾ പറയുന്ന ഏതൊരു വാക്കും അവനെ ആശ്വസിപ്പിക്കാൻ മതിയാവില്ലെന്നുള്ള മനസ്സിലായിട്ടും അവനെയും വലിച്ചു പൊക്കിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഇന്ന് നിന്നെ തേടി അവർ നന്നായിട്ട് എടുത്തിട്ട് പെരുമാറിയോളോ നിന്നെ? വന്നപ്പോൾ മുതൽ കയറിക്കിടന്നല്ലേ? എന്തെങ്കിലും ഉരിയാട് നീ. പോയി വന്നപ്പോൾ നിന്റെ സംസാരശേഷിയും പോയോ?
2-3 പ്രാവശ്യം വാതിൽക്ക് വന്ന് നോക്കിയിട്ടും യാതൊരു അനക്കവുമില്ലാ കിടപ്പാണെന്ന് കണ്ടതും മടങ്ങിപ്പോയിരുന്ന മുരുകൻ 4-ാം പ്രാവശ്യം വന്നപ്പോഴും അവന്റെ അതേ കിടപ്പ് കണ്ടിട്ട് കലിപ്പോടെ അവന്റെ മുറിയിലേക്ക് കടന്നു വന്നിട്ട് അവനെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഉറക്കം ഞെട്ടിയതുപോലെ കണ്ണ് തിരുമ്മിക്കൊണ്ട് അവൻ എഴുന്നേറ്റിരുന്നു. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവന്റെ ഇരിപ്പും ഭാവം കണ്ടിട്ട് മുരുകൻ ആകാംക്ഷയോടെ ചോദിച്ചു. വീശോയില്ലെന്ന് തലയാട്ടി കാണിച്ചു. അത് വെറുതെ അവിടെ കാറിയിട്ടൊന്നും സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നീ കിടപ്പ് കിടക്കില്ല. ഒരു കാര്യം ചെയ്യുന്നേ, എഴുന്നേറ്റ് പോയിട്ടൊന്ന് മോൻ കഴിയുക. ഞാൻ ചായട്ട് വെച്ചിട്ടുണ്ട്. നേരത്രയെന്നോ നിന്റെ വിചാരം? അതും പറഞ്ഞിട്ട് മുരുകൻ എഴുന്നേറ്റ് പോയതിന് പുറകെ വീശോ എഴുന്നേറ്റു. മുഖം കഴുകി തുടച്ച് അവൻ വരുമ്പോഴേക്കും ചായയുമായി മുരുകൻ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി ചെന്നിരുന്നു. ഇനി പറയും, എന്തിനാ അവർ വന്ന്? മിത്രയോട് സംസാരിക്കാനാണോ? കയ്യിലുള്ള ചായക്കപ്പ് അവന് നേരെ നീട്ടിയിട്ട് മുരുകൻ ചോദിച്ചു. വീശോ അത് വാങ്ങിച്ച് കസേരയിലേക്ക് ഇരിക്കുന്നതിനിടെ അതേന്ന് തലയാട്ടി കാണിച്ചു. അതിനുശേഷം അവന്റെ കണ്ണുകൾ മിത്രയുടെ വീണ് നിൽക്കുന്ന പാഞ്ഞു. ഭീഷണിയായിട്ട് വന്നവരാണോടാ? മുരുകൻ ചിരിയോടെ ചോദിച്ചു. അങ്ങനെയും പറയാം. എന്നിട്ട് നീ അതൊക്കെ കേട്ട് പേടിച്ചോ? വീശ ചിരിയോടെ തന്നെ ഇല്ലെന്ന് തലയാട്ടി. വാ തുറന്ന് വല്ലതും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആദ്യം അത് പറ. എനിക്ക് വെറുതെ ഇരുന്ന് വായിട്ടെടുക്കാൻ വയ്യ. നീ പോയി ഒന്നും മുതൽ ബാക്കിയുള്ളവർ കാത്തിരിക്കുക. അവിടെ എന്താ സംഭവിച്ചെന്നറിയാൻ. അപ്പോഴവൻ്റെ ഒരു ഒടുക്കത്തെ മൗനവൃതം. മുരുകന് ചെറുതായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. മിത്രയുടെ കസിൻ അവരുടെ ഫാമിലി ഫ്രണ്ടുവാ എന്നെ കാണാൻ വന്ന്. ഒരു അഭിലാഷും ഒരു എബിനും. എബിൻ എന്ന് പറയുന്ന അവരുടെ ഫാമിലി ഫ്രണ്ട്. അവൻ മിത്രയെ ഇഷ്ടപ്പെടുന്നതും കൂടിയാ. മുരുകൻ നേരെ നോക്കാതെ വിശ്വ പറഞ്ഞു തുടങ്ങി. ഇഷ്ടം എന്ന് പറയുമ്പോൾ അവൻ്റെ ലൈഫിലേക്ക് അവളെ വിളിച്ചേർക്കാനുള്ള അത്ര ഇഷ്ടം കൊണ്ടാണ് അവൻ ഓടി വന്ന്. എനിക്കത് അവൻ്റെ കണ്ണിൽ കൂടി കാണാൻ കഴിഞ്ഞു മുരുക. പിന്നെ ഇന്നെന്നെ ഏറെ സങ്കടപ്പെടുത്തിയതും ആ കാഴ്ച തന്നെയാണ്. മിത്രം നഷ്ടപ്പെട്ടു പോകുന്നുള്ളൊരു ഭയമായിരുന്നു അവൻ്റെ കണ്ണിൽ നിന്ന് ഞാൻ കണ്ടത് അത്രയും. അത് പറയുമ്പോൾ വിശ്വയുടെ ശബ്ദത്തിൽ കുറ്റബോധം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ സ്വരം പതിഞ്ഞു. അത് പറയാനാണോ അവർ നിന്നെ തേടി വന്ന്? മുരുകനുമുണ്ട് അത് ചോദിക്കുമ്പോൾ ചെറുതല്ലാത്തൊരു അസ്വസ്ഥത. അതുകൂടി പറയാനാ. കൂട്ടത്തിൽ ഞാനും മിത്രമായുള്ള ഫ്രണ്ട്ഷിപ്പ് അത് അവർക്കൊട്ടും ദഹിക്കില്ലെന്നും അവരത് ഇഷ്ടപ്പെടുന്നില്ലെന്നും എന്നെ ഒന്നും മനസ്സിലാക്കി തരാനും. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാൻ എന്തു പറയാം? എന്റെ മനസ്സിലുള്ള അവരോട് പറയാൻ കൊള്ളുന്ന വല്ലതുമാണോ? വീശൊരു ആത്മനിന്ദയോടെ ചിരിച്ചു. മിത്രയോട് എനിക്കുള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ എന്നുള്ളതാ അവരുടെ ഏറ്റവും വലിയ വേവരാതി. അതേന്ന് ഞാൻ പറഞ്ഞപ്പോ ഇപ്പോൾ ഉള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും, പക്ഷെ അത് ഭാവിയിൽ വേറെ ഇഷ്ടമായിട്ട് പരിണമിക്കുമെന്ന് അവർ ചോദിച്ചു. എന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന് ഉറപ്പെടുത്തെങ്കിലും മിത്രയുടെ കാര്യത്തിൽ അവളോട് തന്നെ ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോരുമായിരുന്നു. വീശോ നെറ്റിയിലൊന്ന് തടവിക്കൊണ്ട് പറഞ്ഞു. മുരുകൻ അവന്റെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ ഒന്നും മിണ്ടാതിരുന്ന് ചായ കുടിച്ചു. ടീന പറഞ്ഞിട്ട് അവൻ എന്നെ തേടി വന്നിട്ടുള്ളത്. ടീനയുടെ അതേ സംശയങ്ങളും ആകുലതകളെല്ലാം ഒട്ടും കുറയാതെ തന്നെ മിത്രയുടെ കാര്യത്തിൽ ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇനി എന്നെ തേടി വരാനുള്ള സാധ്യതയുണ്ട്. ഒരു നെടിവീർപ്പോടെ വിശോ പറഞ്ഞു നിർത്തി. പിന്നെ ആ എബിൻ, അവൻ അവളോട് ഒരുപാട് ഇഷ്ടമുണ്ട് മുരുക. അതവന്റെ കണ്ണിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. മിത്രക്ക് അവനോടൊരു ഇഷ്ടമുണ്ടെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അത്ര വലിയ ഉറപ്പൊന്നും ഞാനതിൽ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ ഉറപ്പില്ലായ്മ തന്നെയായിരിക്കാം അവന്റെ ഏറ്റവും വലിയ ഭയമെന്ന്. ഇന്നൊപ്പം വന്ന അഭിലാഷനും ടീനക്കും എല്ലാം അവരെ രണ്ടുപേരെയും ചേർത്ത് നിർത്തണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്നോട് ഇത്ര ദേഷ്യം തോന്നുന്നു. എന്നിൽ നിന്നും ഇത്ര അകറ്റിപ്പിടിക്കാനൊക്കെയുള്ള വെപ്രാളവും. ഇന്ന് തനിക്ക് മനസ്സിലായ കാര്യമാണ് വിശ്വമുരുകനോട് പങ്കുവെച്ചത്. ഇവര് നിന്നെ കാണാമെന്ന കാര്യം മിത്രക്കറിയോ? മുരുകൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഇല്ല, അവളറിയാതെ അവരെന്നെ കാണാൻ വന്നിട്ടുള്ളത്. അവളോട് പറയുന്നതിന് പെർമിഷനുമുണ്ട്. ഇനി ഇതെല്ലാം അവളറിയുമ്പോൾ കൂടുതൽ പ്രശ്നം ഉണ്ടാവുമോ? എനിക്കറിയില്ല. മിത്രയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ഇത്രത്തോളൊക്കെ എത്തിയില്ലേ? അത്രയും പറഞ്ഞിട്ട് വിശ്വ എഴുന്നേറ്റു. വെള്ളിയാഴ്ച വൈകുന്നേരം ടീന വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അവളുടെ കൂട്ടുകാരിയുടെ കല്യാണമുണ്ട്. കൂട്ടുകാരെല്ലാം ഒരുമിച്ച് കൂടാനുള്ള പ്ലാനുള്ളത് കൊണ്ട് അവൾക്കതിന് പോവാതിരിക്കാനും തോന്നിയില്ല. ആ തീരുമാനം കൊണ്ട് മിത്രയാണ് പെട്ടത്. അവൾക്ക് ആഴ്ച വീട്ടിലേക്ക് പോകാൻ തന്നെ തോന്നിയില്ല. ഡെന്നീസ് മാത്യു ഏതോ ബിസിനസ് ട്രിപ്പിലായതുകൊണ്ട് തന്നെ അവൾക്ക് വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല. എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ഭയമൊന്നുമില്ലടി. 2 ദിവസത്തെ കാര്യമില്ലേ ഉള്ളൂ. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. നീ കല്യാണം കഴിഞ്ഞ ശേഷം നേരെ ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ മിത്ര പറഞ്ഞെങ്കിലും കല്യാണത്തിന് പോകുന്നില്ലെന്ന് തീരുമാനിക്കേണ്ടി വന്നാലും നിന്നോട് ഒറ്റയ്ക്ക് നിർത്തി പോകാൻ ഞാൻ ഉദ്ദേശിച്ചില്ലെന്ന് ടീന ഉറപ്പിച്ച് പറഞ്ഞോടെ അവൾ ഏറെ ആഗ്രഹിച്ച ആ ഫംഗ്ഷൻ മിസ്സാവാതിരിക്കാൻ വേണ്ടി അത്രയും മനസ്സിലാമനസ്സോടെ യാത്രയ്ക്കൊരുങ്ങി. വീട്ടിലേക്ക് പോകാനുള്ള മിത്രയുടെ താല്പര്യക്കുറവിനെ ടീനയുടെ സംശയം നിറഞ്ഞ മനസ്സ് പലവിധത്തിൽ അപഗ്രഥിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവളോട് തുറന്നു ചോദിക്കാൻ കഴിയാത്തൊരു വീർപ്പുമുട്ടലോടെ മനസ്സിൽ ഒതുക്കുകയായിരുന്നു. താനില്ലാതെ അവളെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയാലും ഭയമാണ്. അവൾ ഒറ്റയ്ക്ക് നിൽക്കുമെന്ന് അറിയാനിട്ടോ അവൾക്ക് ഭയമില്ലെന്ന് മനസ്സിലാവാനിട്ടോ ഒന്നുമല്ലത്. ടീനക്ക് ഭയം അവനെയാണ്, വിശ്വയെ. താൻ കൂടിയില്ലെങ്കിൽ അവളും വിശ്വയും തമ്മിൽ കൂടുതൽ അടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ഭയമായിരുന്നു ടീനയ്ക്ക്. അവളും അവനും അടുക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാൻ തന്നെയാണ് ടീനയുടെ തീരുമാനം. എന്നിട്ട് അവളുടെ മനസ്സിലെ ആശങ്ക അല്പം പോലും മാറിയുന്നുമില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അവൾ മിത്രയെ കൂടി വീട്ടിലേക്ക് പറഞ്ഞുവിടാൻ ധൃതി കാണിക്കുന്നത്.
ഡെനീസ് അങ്കിൾ അവിടെ ഇല്ലാതെ ആൾക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടമില്ലെന്ന് മനസ്സിലായിട്ടും ടീന അതിനെക്കുറിച്ച് മിത്രയോട് ചോദിക്കുകയോ പറയുകയോ ചെയ്തതുമില്ല. എന്നാൽ എബിയുമായിട്ടുള്ള അവളുടെ കല്യാണം നിശ്ചയമെങ്കിലും വളരെ പെട്ടെന്ന് നടത്തി വെക്കണമെന്ന് അവളുടെ മനസ്സിൽ 2-3 ദിവസമായിട്ടുണ്ടായിരുന്ന ആഗ്രഹമായിരുന്നു. മിത്രയോട് അത് പങ്കുവെക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അവൾ. ഞായറാഴ്ച ഇനി എന്നെ അറിയിക്കാൻ നേരത്തെ ഇങ്ങോട്ട് ഓടി വന്നിട്ട് വിഷയുടെ കൂടെ ചുറ്റിയടിക്കാൻ നിൽക്കണ്ട. ആ രാഹുൽ എന്തൊക്കെ അപകടം ഉണ്ടാക്കി വെക്കിയെന്ന് ചിന്തിക്കാൻ കൂടി കഴിയില്ല. രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് കോളേജ് വിട്ട് വീട്ടിൽ വന്ന് റെഡിയായി ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങിയത്. അവിടെ വെച്ച് രണ്ടുപേർക്ക് രണ്ടിടത്തേക്കുള്ള ബസ്സിലാണ് കയറേണ്ടത്. സ്കൂട്ടി ബസ് സ്റ്റാൻഡിൽ തന്നെ വെച്ചിട്ട് പോകാനാണ് അവർ തീരുമാനിച്ചത്. തിരിച്ചു വരുമ്പോൾ എടുത്താൽ മതിയല്ലോ എന്നായിരുന്നു ധാരണയും. ടീനയുടെ ആ തുറന്നു പറച്ചിൽ ദേഷ്യം തോന്നിയെങ്കിലും ഈ പോകുന്ന സമയത്ത് ഇനി അവളുമായിട്ടൊരു വാക്കേറ്റം ഉണ്ടാക്കി അതിന്റെ പേരിൽ വീട്ടിൽ ചെന്നിട്ട് സങ്കടപ്പെട്ടിരിക്കാൻ തനിക്ക് വയ്യെന്ന പോലെ മിത്രയെ അത് ശ്രദ്ധിക്കാതെ പോലെ ഇരുന്ന് വണ്ടി ഓടിക്കുന്നതിൽ ശ്രദ്ധിച്ചു. നീ ആ പറയുന്നത് കേൾക്കുന്നില്ലേ മിത്രേ? ടീന പക്ഷേ മിത്രയുടെ നിസ്സംഗഭാവം കണ്ടിട്ട് വിടാനുള്ള ഭാവമില്ല. കേട്ടു. എന്നിട്ടെന്നാ നീ ഉത്തരവൊന്നും പറയാത്തത്? ഇതിനൊന്നും ഉത്തരം അറിയിക്കുന്നില്ല. അത് തന്നെ. അത്രയും മോശപ്പെട്ട ചോദ്യമായിരുന്നു അത്. നീ തന്നെ ഒന്ന് ഓർത്തു നോക്കിയേ അതിന്റെ പോരായ്മ. തീർച്ചയായിട്ടും അതിന്റെ പേഴ്സണൽ കാര്യം. അതിൽ നീ ഇടപെടുന്നത് ഞാൻ പറഞ്ഞാൽ നിനക്ക് സങ്കടാവില്ലേ? അതുപോലെ തന്നെയാ എൻ്റെ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് നീ ഇടിച്ചേറുമ്പോൾ ഞാനും അനുഭവിക്കുന്നത്. മിത്ര തന്നെ അനിഷ്ടം വെളിപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ടീനക്കുള്ള മറുപടി കൊടുത്ത്. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല നിന്നോട് പറഞ്ഞ്. ഇനി അവൻ്റെ കൂടെ പോയിട്ടൊരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ടാ. അതെനിക്ക് മനസ്സിലായി. പക്ഷെ നേരത്തെ പറഞ്ഞതിന് ഒരു കാര്യം എനിക്ക് നിന്നോട് ഇപ്പോഴും പറയാനുള്ളൂ. ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങളൊന്നും തന്നെ ഞാൻ വിശ്വ അങ്ങോട്ട് പോയി ഉണ്ടാക്കിയതല്ല. ടീന മിത്രയിൽ നിന്ന് വീണ്ടും വിശ്വയുടെ കാര്യം കേട്ടതും വീണ്ടും അസ്വസ്ഥയാവുകയാണ്. കുറച്ചു നേരം രണ്ടുപേരൊന്നും മിണ്ടിയില്ല. ഞാൻ ഓർക്കായിരുന്നു മിത്ര, ഈ കല്യാണത്തെക്കുറിച്ച് അറിഞ്ഞ മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? നമ്മുടെ ഈ കോഴ്സിന് എന്തായാലും കൂടുതലൊന്നുമില്ലല്ലോ. ഇപ്പം തന്നെ 1.5 മാസത്തോളായില്ലേ? ടീന നയത്തിൽ അവതരിപ്പിക്കുകയാണ്. അതിനൊന്നുമില്ല. നമുക്ക് ഹെവിയായിട്ടുള്ള നിന്റെ കല്യാണത്തെക്കുറിച്ച് വീട്ടിലൊന്ന് അവതരിപ്പിച്ചാലെന്നൊരു ചിന്ത. അതെന്താ ഇപ്പം നിനക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ചിന്ത? മിത്രയുടെ മുഖത്തുള്ള പുച്ഛമറിഞ്ഞിട്ടും ടീന അത് കണ്ടില്ലെന്ന് ഭാവിച്ചു. എബിക്ക് വിദേശത്തേക്ക് പോകാൻ ഒരു ഓഫർ വന്നിട്ടുണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു. കൂടെ തന്നെ അവനൊരു താല്പര്യം എന്നോട് അറിയിച്ചു. മിത്രയ്ക്ക് സംശയത്തിനോട് കൊടുക്കാത്തൊരു ഉത്തരം ടീന കണ്ടുപിടിച്ചു. ഞാനുമായിട്ടുള്ള കല്യാണത്തിന്റെ കാര്യം തന്നെയല്ലേ അവന് നീ ഡിസ്കസ് ചെയ്ത്? മിത്ര പിന്നിലേക്ക് പതിയൊന്ന് മുഖം ചരിച്ചുകൊണ്ട് ചോദിച്ചു. സംസാരിച്ചു പോകുന്നതുകൊണ്ട് തന്നെ വളരെ പതിയാണ് അവൾ സ്കൂട്ടി ഓടിക്കുന്നത്. അതിലെന്തപ്പോൾ എനിക്ക് ഇത്ര സംശയം? അല്ല, അവൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാനിതുവരെ ഈ കാര്യം അറിഞ്ഞിട്ടില്ല. എന്നോട് ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചതാ. അതിലേ ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞു. നീയാണോ എന്നോട് ഇത് പറയേണ്ടത്? വല്ലാതെ കടുത്തു പോയിരുന്ന മിത്രയുടെ സ്വരം. പറയുന്നതിന് ആരായാലും പറയാനുള്ള കാര്യം ഒന്നു തന്നെയല്ലേ മിത്ര? അതുകൊണ്ട് നീ അതൊരു വിഷയമാക്കണ്ട. ഈ കാര്യത്തിൽ നിന്റെ അഭിപ്രായം എന്താണെന്ന് പറ. നിനക്കൊന്നും താല്പര്യം ഉണ്ടാവുമല്ലോ. നല്ല രസമല്ലേ? നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാനുള്ള ഒരു അവസരമല്ലേ ഇത്? മിത്ര കലിപ്പിലേക്ക് ആവുകയാണെന്ന് കണ്ടതും ടീന പതിയെ സ്വരം മയപ്പെടുത്തിക്കൊണ്ട് ആവേശത്തിലായി. ആകെ പോട്ടെ, ഞാനിപ്പോൾ തിരക്കിട്ട് കല്യാണം കഴിച്ചിട്ട് വേണം നിങ്ങൾക്കൊക്കെ അടിച്ചു പൊളിക്കാൻ. മിത്രയുടെ സ്വരത്തിൽ പരിഹാസമുള്ള പോലെയായിരുന്നു. ദേഷ്യം വന്നിട്ടും ടീന അത് അടക്കി പിടിച്ചു. അതൊക്കെ പോട്ടെ, എബിനെ കല്യാണം കഴിച്ചുള്ളാന്ന് അവനോ നിനക്ക് എൻ്റെ വീട്ടുകാർക്കോ അവൻ്റെ വീട്ടുകാർക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. മിത്ര ചോദിക്കുമ്പോൾ ടീനയൊന്ന് പകച്ചുപോയി. ഇതെന്താ മിത്ര ഇപ്പം നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നും അവന് നിന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. എത്രയൊക്കെ ശ്രമിച്ചിട്ട് അത് ചോദിക്കുമ്പോൾ ടീനയുടെ സ്വരമല്ല കടുത്തു പോയിരുന്നു. നോക്ക് ടീന, ഇതിനെക്കുറിച്ചൊരു വഴക്കുണ്ടാക്കാനോ നിന്നോട് മുഷിയാനോ ഒന്നും എനിക്കൊരു താല്പര്യമില്ല. ഇതെൻ്റെ ലൈഫിൻ്റെ കാര്യമാണ്. അതിൽ തീരുമാനം എൻ്റെയാണ്. എബിന് ഞാനൊരു വാക്കും കൊടുത്തിട്ടില്ല. അവൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴും അബിയോടും നിന്നോടും ബാക്കി നമ്മുടെ കസിൻസിനോടും ഫ്രണ്ട്സിനോടും തോന്നുന്ന അതേ ഇഷ്ടം മാത്രമാണ് അവനോട് എനിക്കുള്ളതെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അവനോട് ഞാൻ പറഞ്ഞിട്ടുള്ള. അതെല്ലാം നിനക്കും അറിയാവുന്നല്ലേ? പിന്നെ എന്തിനാ നീ കൂടെ എബിൻ്റെ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്കത് താല്പര്യമില്ലെന്ന് നിനക്ക് അറിയാവുന്നല്ലേ? മിത്ര തുറന്നു ചോദിക്കുമ്പോൾ ടീനയൊന്ന് പകച്ചു പോയി. നീ ഇങ്ങനെ പുറകെയാണെന്ന് പറയുന്നുണ്ടെന്ന് കരുതി എബിനോട് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ? അതിലെൻ്റെ പേഴ്സണൽ കാര്യമല്ലേ? എൻ്റെ ലൈഫ് തീർച്ചയായിട്ടും എൻ്റെ തീരുമാനമാണെന്ന് എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ വ്യക്തമായിട്ട് നിന്നോട് ഒരിക്കൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നീ അത് മനസ്സിലാക്കാത്ത എൻ്റെ തെറ്റല്ല. മിത്ര കടുപ്പത്തിൽ പറഞ്ഞു നിർത്തി. പക്ഷേ മിത്ര, എബി അവന് നിന്നോടുള്ള ഇഷ്ടം ടീനയൊന്ന് വിക്കി. അവന് എന്നോട് അങ്ങനെ ഇഷ്ടമുണ്ടെന്ന് കരുതി എനിക്കിഷ്ടമില്ലാത്ത ഒരാൾ എൻ്റെ ലൈഫിലേക്ക് ഷെയർ ചെയ്യാൻ ഞാൻ വിളിച്ചു വരുത്തിയിട്ട് അതിൻ്റെ ദോഷങ്ങളെല്ലാം ഞാൻ തന്നെ അനുഭവിക്കട്ടെന്നാണ് നീ ഉദ്ദേശിക്കുന്നത്? മിത്രയുടെ മുഖം വലിഞ്ഞു മുറുകി. അങ്ങനെയല്ലടി, അവന് നിന്നോട് ഇഷ്ടം അറിയുന്നതുകൊണ്ട് എനിക്ക് അവനോട് ഇഷ്ടക്കുറവ് അറിഞ്ഞിട്ടും നീ എന്താ എൻ്റെ കൂടെ നിൽക്കാത്തത്? മിത്രയുടെ ചോദ്യം. നിനക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള പോരായ്മകൾ എന്താ എബിനുള്ളത്? നീ ആദ്യം അതൊന്ന് പറഞ്ഞു തന്നേ. അങ്ങനെ എടുത്തു പറയാൻ മാത്രം പോരായ്മകളൊന്നും എബിനുണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞതിനർത്ഥം. അവന് എൻ്റെ ലൈഫ് പാർട്ണറായിട്ട് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാ. ഇത്രയും കാലം നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന അവനോട് നീ ചെയ്യുന്ന ക്രൂരതയല്ലേ മിത്ര ഇത്? എനിക്കങ്ങനെ തോന്നില്ല ടീന. സത്യത്തിൽ ഞാൻ അവനോട് ചെയ്യുന്ന ഒരു ഹെൽപ്പല്ലേ? ഇഷ്ടമില്ലാത്തൊരു ലൈഫ് കഷ്ടപ്പെട്ട് ജീവിതത്തിനേക്കാൾ വലിയൊരു ദുരവസ്ഥ ഒരു മനുഷ്യന് വരാനില്ല. അതിന് അവസരം ഉണ്ടാക്കുന്നില്ലല്ലോ ഞാൻ. മിത്ര അവളുടെ നിലപാടിൽ ഉറച്ചു നിന്നു. അവന് വേണമെങ്കിൽ ഓക്കെ, പക്ഷെ വേറെ ആരെങ്കിലും ഉണ്ടോ നിന്റെ മനസ്സിൽ?
ടീനയുടെ ശബ്ദത്തിൽ ദേഷ്യവും വാശിയില ഒളിഞ്ഞിരിക്കുന്ന പോലെയാണ് മിത്രക്ക് തോന്നിയത്. വീണ്ടും പറയുന്നു, അതെല്ലാം എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാ. ഒരു പരിധി കഴിഞ്ഞാൽ നിനക്കെന്നല്ല, എൻ്റെ പപ്പക്ക് പോലും അതിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യമില്ല. അവന് അവന് വേണ്ടിയിട്ടാ നീ എബിനെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത്. ടീന പറയുമ്പോൾ മിത്രയുടെ മുഖം ഒന്ന് പരിഹാസത്തിൽ കോടിപ്പോയി. എനിക്കറിയാം ഞാനിത് പറയുമ്പോൾ വിഷയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ തന്നെയായിരിക്കും നിന്റെ മനസ്സിലെന്ന്. പക്ഷെ അവനെ പരിചയപ്പെടുന്നതിന് മുമ്പും അവനുമായിട്ട് കൂട്ടായി കഴിഞ്ഞ ശേഷവും ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എബിനെ ഞാൻ അങ്ങനെ കാണുന്നില്ലെന്നും അവന് ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു രീതിയിൽ എനിക്ക് കാണാൻ കഴിയില്ലെന്നും. അതൊന്നും മനസ്സിലാക്കാത്ത നിങ്ങൾക്ക് മാത്രം. എന്നിട്ട് ആ പഴി കൂടി വിഷയുടെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കണ്ട. മിത്ര അർത്ഥമുറിച്ച പോലെ പറഞ്ഞു. അതെന്താടി അവനെ പറയുമ്പോൾ മാത്രം എനിക്കത്ര ചൊടി? അത് തന്നെ ഞാൻ നിന്നോട് തിരിച്ചു ചോദിച്ചാലോ? വിഷയെക്കുറിച്ച് പറയുമ്പോൾ മാത്രം എനിക്കെന്താ ഇത്ര ദേഷ്യവും വൈരാഗ്യവും? അതിന് മാത്രം എന്ത് തെറ്റാവും നിന്നോട് ചെയ്ത്? മിത്രയും വിട്ടുകൊടുത്തില്ല. തെറ്റും ശരിക്ക് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ അവൻ പറഞ്ഞ പോലെ അവനായിട്ടൊരു ഇഷ്ടം പറഞ്ഞ് നിന്റെ മുന്നിലേക്ക് വന്നില്ലെങ്കിൽ കൂടിയും നീ അങ്ങോട്ടേന്ന് ഇഷ്ടം പറയുന്ന അവന് ഉറപ്പുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവൻ എബിയോട് അബിയോട് അന്നങ്ങനെ പറഞ്ഞ്. അറിയാതെ തന്നെ അവിടെ അന്നത്തെ ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് ടീനയുടെ വായിൽ നിന്ന് കേട്ടതും മിത്ര ബ്രേക്ക് പിടിച്ചുകൊണ്ട് സ്കൂട്ടി നിർത്തി പിന്നിലേക്ക് പാസ് നോക്കി. നീ എന്താ ഇപ്പൊ പറഞ്ഞേ? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.